ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും ചെറിയൊരു യാത്രയുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ ബെൽഫാസ്റ്റിൽ പോയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, പോയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. നല്ല ചൂടുള്ള പഴംപൊരിയും കട്ട്ലേറ്റും ഒക്കെ ഉണ്ട്. പുറത്ത് നല്ല ഗംഭീര മഴയുണ്ട്. അപ്പോൾ അതാ ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് മിൽക്ക് പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ്. അതുപോലെ നമുക്ക് ഡബിൾ ക്രീം എടുക്കുക, ഹെവി ക്രീം എടുക്കുക. പിന്നെ ഞാൻ സെയിം കപ്പിൽ 2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കപ്പിൽ ഞാൻ 3/4 കപ്പോളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഷുഗർ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ വെജിറ്റേറിയൻ്റെ ജെലാറ്റിനാണ് ആഡ് ചെയ്യുന്നത്. അതൊരു പാക്കറ്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ വാനിലയുടെ എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഈ ടേസ്റ്റ് അതിന് കിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കോരി കഴിക്കുമ്പോൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും, നമ്മൾ വനില പൗഡർ ആഡ് ചെയ്യുന്ന കാരണം. അപ്പോൾ ഇതില്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതാ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് നമ്മുടെ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്, ബബിൾസൊക്കെ വരാൻ തുടങ്ങി. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല കട്ടിയാവാൻ നിൽക്കരുത്. പിന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ ഇതേപോലെ കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇപ്പോൾ ലിക്വിഡ് രൂപത്തിലാണ് നമുക്ക് ഉണ്ടാവുക. നല്ല തിക്കാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി ഞാനിതാ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി നമുക്കിത് മാറ്റി വെക്കണം. ഇപ്പം തന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യൊന്നും വേണ്ട, അപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ചൂടാറിയിട്ട് സെറ്റാവും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒരു ബാറ്ററും കൂടി ഉണ്ടാക്കണം. അപ്പം ഞാനിതാ കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കറുത്ത മുന്തിരിയാണ് കേട്ടോ, നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ ഇതൊരു 1.5 കപ്പോളം ഉണ്ടാവും. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് 3/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്കിത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മധുരമൊക്കെ പാകത്തിനാണ്, ഇപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള ഈ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അതൊക്കെ കോരി മാറ്റിയതിന് ശേഷം നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരിയുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മൾ ആദ്യം എടുത്തു വെച്ച മിൽക്ക് പുഡിംഗ് ഉണ്ടല്ലോ, അതിപ്പോൾ ചൂടാറിയിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാലിൻ്റെ പുഡിംഗ് സെറ്റായ കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ നേരിട്ടിട്ട് ഒഴിക്കുമ്പോൾ ആ ഭാഗം കുഴിയായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ബാക്കിയുള്ളത് ഞാനിതാ കുഞ്ഞു ബോളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് സെറ്റായിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ്. ഇതിൻ്റെ അടിയിലത്തെ മിൽക്കിൻ്റെ പുഡിങ്ങും അതുപോലെ മുകളിലത്തെ ഗ്രേപ്പിൻ്റെ പുഡിങ്ങും നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടിയിട്ട് നല്ല കോമ്പിനേഷനാണ്. നമ്മൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോവും, അത്ര ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, മുന്തിരിയൊക്കെ മേടിക്കുമ്പോൾ. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ, ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ചൈന ഗ്രാസോ അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. ജലാറ്റിൻ ഇല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത്ര പെർഫെക്ഷൻ കിട്ടില്ല എന്നുള്ളൂ നമ്മുടെ കോൺഫ്ലവർ ചേർക്കുമ്പോൾ. ചൈന ഗ്രാസ് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരിയുടെ പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അത് നോക്കിയിട്ട് ഫോളോ ചെയ്താൽ മതി. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും റെസിപ്പിയൊക്കെ. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും
താങ്ക് യു. ബൈ.